ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി കുഴുവേലിപ്പടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു 3 ബെഡ്റൂം മനോഹരമായ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററും എയർപോർട്ട് സീപോർട്ട് റോഡിലേക്ക് ഏകദേശം 5.5 കിലോമീറ്ററുമാണ് വരുന്നത്. ഒത്തിരി വില്ലകളുള്ള വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടംപററി സ്റ്റൈലിൽ നല്ലൊരു മോഡേൺ എലവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഇന്റർലോക്ക് കട്ടവിരിച്ച 4 മീറ്ററോളം വീതിയുള്ള വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായുള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ ഗേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. 2 കാറുകൾ ഒരേ സമയം നമുക്ക് ഈ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്യാവുന്നതാണ്. മുറ്റം മുഴുവനായി കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ടെക്സ്ചർ ഡിസൈനൊക്കെ വീടിന്റെ എലവേഷനിൽ നമുക്ക് കാണാം. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൃത്യമായി വടക്ക് കിഴക്ക് മൂലയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ ബിൽഡർ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ട് വരുന്ന ഭാഗത്തായി LED പ്രൊഫൈൽ ലൈറ്റ് നൽകിക്കൊണ്ടുള്ള മനോഹരമായ ഒരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. ഒറ്റപ്പാളിയിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു മെയിൻ ഡോർ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു ഡിസൈനോട് കൂടി തന്നെയാണ് ഇവിടെ ഫ്രഞ്ച് വിൻഡോയും നൽകിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വലിയൊരു കോർണർ സെറ്റ് നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ പാനലിംഗ് വർക്കൊക്കെ കൊടുത്ത് അതിമനോഹരമാക്കി തന്നെയാണ് വീടിന്റെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ലിവിംഗ് ഏരിയയിൽ കാണാം. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. യാതൊരുവിധ തടസ്സവും കൂടാതെ തന്നെ നമുക്കിവിടെ ഡൈനിങ് ടേബിൾ സുഖമായി ഇടാവുന്നതാണ്. പ്രൊഫൈൽ ലൈറ്റ് കൊണ്ടുള്ള ഒരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. ഡൈനിങ് ഏരിയയുടെ എതിർവശത്തായി സ്റ്റെയർവേക്ക് താഴെയായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ വീടിന്റെ CCTV ക്യാമറയുടെ യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ 4 വശത്തേക്കും ബിൽഡർ CCTV ക്യാമറകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെറിയൊരു ക്രോക്കറി യൂണിറ്റും കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ നമുക്കിവിടെ കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്രേ കളറിൽ നല്ല മനോഹരമാക്കി തന്നെയാണ് ഈ വീടിന്റെ കിച്ചൺ കബോർഡ് നിർമ്മിച്ചിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ട് ഒരു പ്രത്യേക ഡെഡിക്കേറ്റഡ് സ്പോട്ടും നമുക്കിവിടെ കാണാം. കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റൗ വരുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ കിച്ചണിലും നൽകിയിരിക്കുന്നത്. ഫൈബർ ബ്രാൻഡിന്റെ ഒരു ചിമ്മിണിയും ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചണിനോട് തൊട്ടു ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസുകളും കൂടാതെ ഒരു സിങ്ക് എല്ലാം നൽകി മുഴുവനായും കവർ ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് വർക്ക് ഏരിയ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടി നീളവും 12 അടി വീതിയും വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ബിൽഡർ നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ LED കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തായി ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി ബിൽഡർ നൽകിയിട്ടുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ചിരിക്കുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. വീടിന്റെ താഴത്തെ നിലയിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ 1ാം നിലയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ടഫൺ ഗ്ലാസ് ഇട്ട് വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പകൽ സമയമെല്ലാം സൺലൈറ്റ് ലഭിക്കുന്നതിനായി ഇവിടെ ഒരു സ്കൈലൈറ്റ് കൂടി ബിൽഡർ പ്രത്യേകം നൽകിയിട്ടുണ്ട്. സ്റ്റെയർവേയിൽ മുഴുവനായി തന്നെ ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെയും ഒരു TV യൂണിറ്റ് ഒക്കെ ബിൽഡർ നൽകിയിട്ടുണ്ട്. TV യൂണിറ്റിനോട് തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കൂടി പ്രത്യേകം നിർമ്മിച്ചിട്ടുണ്ട്.
LED പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കൊന്ന് കടന്നു ചെല്ലാം. അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്ത ഒരു ചെറിയ റൂമാക്കി തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലെയിൻ സീലിംഗ് വർക്കാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയയിൽ നൽകിയിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയയുടെ ഒരു ഭാഗത്തായി വാഷ് കൗണ്ടറും കൂടാതെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റും ബിൽഡർ നൽകിയിട്ടുണ്ട്. യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് ഈ വീടിന്റെ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസ് കാണാം. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏതാണ്ട് 12 അടി നീളവും അത്ര തന്നെ വീതിയും വരുന്നൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ബിൽഡർ സെപ്പറേറ്റ് നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. മറ്റു റൂമുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്താൽ ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂം. ഏകദേശം 13 അടിയോളം നീളമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. കൂടാതെ 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. LED പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് വളരെ സിമ്പിളാക്കി തന്നെ നല്ലൊരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ കൂടെ തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. വീതി കുറച്ച് അല്പം നീളം കൂടുതലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 14 അടിയോളം നീളത്തിലാണ് ഈ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഹാൻഡിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പാനൽ വർക്ക് കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ബാൽക്കണിയിൽ കാണാം. 100% നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വീടിന്റെ എല്ലാ വർക്കുകളും ചെയ്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 84 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.